ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാനയോഗം. ശ്ലോകം 5. അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവബോധാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. വിവർത്തനം. ഇവയ്ക്കു പുറമേ ഹേ മഹാബാഹുവായ അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടിയുണ്ട്. ഈ താഴ്ന്നതരം ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത്. ഭാവാർത്ഥം: ജീവഗണങ്ങൾ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയുടേതാണെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം ഇവകളായി പ്രകടമാകുന്ന ദ്രവ്യങ്ങളാണ് താഴ്ന്നതരം ശക്തി. സ്ഥൂല പദാർത്ഥവും അഥവാ ഭൂമി ആദിയായവ, സൂക്ഷ്മ പദാർത്ഥവും അഥവാ മനസ്സ് ആദിയായവ താഴ്ന്നതരം ഭൗതിക ശക്തിയുടെ ഉത്പന്നങ്ങൾ തന്നെ. ഈ അധമ പ്രകൃതിയെ പല ഉദ്ദേശ്യങ്ങൾക്കായി ചൂഷണം ചെയ്യുന്ന ജീവാത്മാക്കൾ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയാകുന്നു. ഇതേ ശക്തിയാണ് ഭൗതിക പ്രപഞ്ചത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത്. ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന് ഉത്തമ പ്രകൃതിയായ ജീവസത്തകളെ കൂടാതെ പ്രവർത്തിക്കാനുള്ള ശക്തിയില്ല. ശക്തികൾ എപ്പോഴും ശക്തിമാന്റെ അധീനത്തിലാണ്. തന്മൂലം ജീവാത്മാക്കൾ ഭഗവാന്റെ നിയന്ത്രണത്തിന് അധീനരാണ്. അവർക്ക് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. മൂഢന്മാർ ചിന്തിക്കുന്നത് പോലെ ജീവാത്മാക്കളും ഭഗവാനും ഒരിക്കലും ശക്തിയിൽ തുല്യരല്ല. ജീവാത്മാക്കളും കൃഷ്ണനുമായുള്ള വ്യത്യാസം ശ്രീമദ് ഭാഗവതം 10:87-30 ചൂണ്ടിക്കാട്ടുന്നു. അപരിമിതാ ധ്രുവാസ്തനുപ്രദോ യതി സർവകഥാസ്തർഹിന ശാസ്യതേതി നിയമോ ധ്രുവ നേതരഥ അജനിച യന്മയം തദവിമുച്യന്യന്ത്യ ഭവേത് സമമനുജാനതാം യതമതം മതദുഷ്ടതയാ. അല്ലയോ ശാശ്വതനായ ഭഗവാനെ, ശരീരസ്ഥരായ ജീവാത്മാക്കൾ അങ്ങേപ്പോലെ സനാതനരും സർവവ്യാപികളുമാണെങ്കിൽ അവർ അങ്ങയുടെ നിയന്ത്രണത്തിലാകാൻ വഴിയില്ലല്ലോ. എന്നാൽ ജീവാത്മാക്കളെ അങ്ങയുടെ സൂക്ഷ്മശക്തികളായി അംഗീകരിച്ചാൽ അവർ ഉടൻ തന്നെ അങ്ങയ്ക്ക് അധീനരാകുന്നു. അതുകൊണ്ട് യഥാർത്ഥ മോക്ഷം അങ്ങയുടെ അധീനതയ്ക്ക് വഴങ്ങുക എന്നതാണ്. അത് അവരെ സന്തുഷ്ടരാക്കും. ആ മൂലസ്വരൂപം അറിഞ്ഞു മാത്രമേ അവർക്ക് നിയന്താക്കളാവാൻ കഴിയൂ. ദൈവവും ജീവാത്മാക്കളും എല്ലാ പ്രകാരത്തിലും തുല്യരാണെന്ന മലിനവും തെറ്റായതുമായ അഭിപ്രായത്തിനു വിധേയരായതുകൊണ്ടാണ് പരിമിത ജ്ഞാനമുള്ള അദ്വൈതികൾ ഇങ്ങനെ വാദിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ് നിയന്താവ്. ജീവസത്തകൾ അവിടേക്ക് അധീനരും. ഗുണം കൊണ്ട് ഭഗവാന്റേതിനോട് തുല്യരായതിനാൽ അവർ കൃഷ്ണന്റെ ഉത്കൃഷ്ട ശക്തിയാകുന്നു. എന്നാൽ ശക്തിയുടെ തോതുകൊണ്ട് ഒരിക്കലും തുല്യരാകുകയില്ല. സ്ഥൂലവും സൂക്ഷ്മവുമായ താഴ്ന്നതരം ഭഗവത് ശക്തിയെ അഥവാ ജഡപദാർത്ഥം, ഉത്കൃഷ്ട ശക്തിയെ അഥവാ ജീവസത്ത ചൂഷണം ചെയ്യവേ തൻ്റെ യഥാർത്ഥ ആധ്യാത്മിക മനോബുദ്ധികൾ മറന്നുപോകുന്നു. ജീവസത്തകളിലുള്ള ഭൗതിക പദാർത്ഥങ്ങളുടെ സ്വാധീനമാണ് ഈ മറവിയുടെ കാരണം. ഈ മായാശക്തിയുടെ പ്രഭാവത്തിൽ നിന്ന് മോചനം നേടിയാൽ ജീവന് മോക്ഷം പ്രാപിക്കാം. ഞാൻ ഈ ഭൗതിക ശരീരമാണ്, ഞാൻ ആർജിച്ച വിഭവങ്ങളെല്ലാം എൻ്റേതാണ് എന്നെല്ലാം മായാമോഹിതമായ മിഥ്യാഹങ്കാരം ഓർക്കുന്നു. സർവവിധേനയും ഈശ്വര തുല്യനാവുക എന്ന സങ്കല്പം ഉൾപ്പെടെയുള്ള ഭൗതിക ധാരണകളിൽ നിന്ന് തികച്ചും വിട്ടൊഴിഞ്ഞാൽ ജീവന് തൻ്റെ യഥാർത്ഥ നില മനസ്സിലാവും. ഭഗവത്ഗീതയുടെ ദൃഷ്ടിയിൽ ജീവസത്ത കൃഷ്ണന്റെ വിവിധ ശക്തികളിൽ ഒന്നു മാത്രമാണെന്ന് സ്പഷ്ടം. ഈ ശക്തിയുടെ ഭൗതികതാമാലിന്യം നീങ്ങിയാൽ അത് തികഞ്ഞ കൃഷ്ണാവബോധമാർന്ന് മുക്തി നേടുകയും ചെയ്യും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.